ഇത് പാണൻകുഴിയാണ്. വെൽക്കം ടു സുവർണോദ്യാനം ബയോളജിക്കൽ പാർക്ക് നെടുമ്പാശ്ശേരി. സുവർണോദ്യാനം കേരള വനം വന്യജീവി വകുപ്പ് പ്രകൃതി പഠന കേന്ദ്രം കാലടി. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒന്ന് കറങ്ങാന്ന് വെച്ച് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ആംബിയൻസ് ഇങ്ങനെയാണ്. എൻട്രൻസ് ഇവിടെ ഇതുണ്ട്, ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിന് 50 രൂപ ടിക്കറ്റ്, പാർക്കിങ്ങിന് കാറാണെങ്കിൽ 50 രൂപ. ടീച്ചറും മോനും അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലത്ത് ഒന്ന് കറങ്ങാന്ന് വെച്ച് വന്നതാണ്. എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ആൽബം ഷൂട്ടായിട്ട് ബന്ധപ്പെടുത്തി ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അഭയാരണ്യം എക്കോ ടൂറിസം പ്രോജക്റ്റിൽ പെട്ടാണിത്. അപ്പോൾ അഭയാരണ്യപ്പുറത്ത് തൊട്ടപ്പുറത്തുണ്ട്. അത് ഇതിലിങ്ങനെ കയറുമ്പോൾ ആന കേന്ദ്രം ഉണ്ടെന്നാണ് പറയുന്നത്. എന്താ ഇങ്ങനെയുള്ള സ്ഥലമാണ്. ഇതാണ് എൻ്റെ ഒരു ആംബിയൻസ് എൻട്രൻസ് ആണ്. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുന്നു. അഭയാരണ്യം എക്കോ ടൂറിസം പ്രോജക്റ്റ് ഏരിയയാണ് പനംകുഴി. ഓക്കെ. Entry is restricted through pass. Visiting time 8 a.m. to 5 p.m. No person will be allowed to enter inside after consuming alcohol. On working days, students in uniform will not be entertained in the absence of teachers. Activities prohibited in the forest will not be allowed. Food items and plastics are not allowed inside. Consumption of alcohol and cigarette smoking is strictly prohibited. Do not enter into the river. It is very dangerous. Protect the area from forest fire. Use dustbins for disposal of waste. Do not pluck the plants and flowers. Never collect anything from the project area. No illegal activities will be entertained inside the project area. It is instructed to follow the guidance of forest officers and duty guards strictly. ഇങ്ങനെയാണ് അതിലേക്കുള്ള കയറ്റം. അതായത് അവിടെ നിന്നോ അങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ കയറണം. ഓക്കെ. ഇവിടെ ടീച്ചർ മോൻ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം.
ചേർപ്പ് തൃശ്ശൂർ. എന്താ പേര് ചേട്ടൻ്റെ പേര്? എവിടെ? അതല്ലേ, ഞങ്ങൾ ചേർപ്പിന്ന് വരുന്നതാ. പെരുവനം മാറാട്ടുപുഴ. നീ പോരൊക്കെ പോയിട്ട് ഇങ്ങനെ അല്ല അങ്ങോട്ട് പോകും. ഇനി പോരല്ലേ? ഭൂതത്താൻകെട്ട് ഡാമിൽ നിന്നാണ് വെള്ളം ഇങ്ങോട്ട് വരുന്നത്. ഇപ്പം മലയാറ്റൂർ പള്ളി പെരുന്നാളോടനുബന്ധിച്ച് ഭൂതത്താൻകെട്ടിൽ അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ വെള്ളം കുറവെന്നാണ് ജോസഫ് ഏട്ടൻ നമ്മുടെ വാച്ച്മാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ഹട്ട് പോലെ ഒരു സംഭവമാണത്. ഇതിന് മുകളിൽ നിന്നൊരു സൈറ്റാണ്. ആ ഭാഗത്തുനിന്ന് വെള്ളം ഒരു ഷട്ടർ ഇട്ടിരിക്കുകയാണ്. കാരണം ഈ മലയാറ്റൂർ പള്ളി പെരുന്നാൾ എന്ന് പറയുന്നത് മലയാറ്റൂർ ആ ഏരിയ വരിക, മനസ്സിലായി. അപ്പോൾ അത് കഴിയുന്നവരെ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുകയാണ്. ഇത് നല്ല രസമുള്ളൊരു സൈറ്റാണ്. ഇവിടെ ഇങ്ങനെ പണിതിരിക്കുന്നു. ഏറുമാടത്തിൻ്റെ മുകളിൽ നിന്ന് വേറൊരു സൈറ്റാണ്. നീ പതിയാണ് വന്നത്. പുതുക്കലാണ്. പാണക്കുഴി എക്കോ ടൂറിസം സന്ദർശനമാണെന്ന്
അതവിടെ ആ ഭാഗത്ത് പുഴയുണ്ട്. ഭൂതത്താൻകെട്ടി എന്ന് പറഞ്ഞ വെള്ളം ഇങ്ങനെ ഒഴുകി വരും. അപ്പോൾ ഈ ഒരു സ്ഥലം സന്ദർശിക്കാം. ഒരു 9 കിലോമീറ്റർ അപ്പുറത്ത് പോര് എന്നുള്ള സ്ഥലമുണ്ട്. പിന്നെ അഭയാരണ്യം ഉണ്ട്, ആനകളുടെ വളർത്ത് കേന്ദ്രമാണ്. ഇത്രയും സംഗതികളാണ് ഈ ഒരു സന്ദർശനത്തിൽ. പെരുമ്പാവൂർ എത്തുന്നതിന് മുമ്പുള്ളൊരു ഏരിയയാണിത്, കോടനാട്. ഓക്കെ, നമ്മളറിയപ്പെടാത്ത ഇങ്ങനെ നൂറുകണക്കിന് സ്ഥലങ്ങൾ, ആയിരക്കണക്കിന് സ്ഥലങ്ങൾ കേരളത്തിൻ്റെ മുക്കുമൂലയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ സ്ഥലമൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വിസിറ്റ് ചെയ്യണം. തിയോയും ശ്രീജയും അവിടെ ഉണ്ട്. അവരെന്തൊരു കവർ സോങ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. ഒരുപാട് കുട്ടികൾ, ടൂറിസ്റ്റുകൾ ഇറങ്ങി വരുന്നുണ്ട്. 8 മണി മുതൽ 5 മണി വരെയാണ് ഇവിടുത്തെ എൻട്രൻസ്. ഓക്കെ, ഞാൻ ചാക്കോടി അന്തിക്കാഷ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, പ്രൊട്ടക്ട് നേച്ചർ, പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് പ്രൊട്ടക്ട് യുവർ സെൽഫ്. പ്രൊട്ടക്ട് നേച്ചർ, പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് പ്രൊട്ടക്ട് അവർ സെൽഫ്സ്. നമ്മൾ സ്വയം നമ്മളെ തന്നെ സംരക്ഷിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, ജീവിതം സംരക്ഷിക്കുക, നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്കുക. നമ്മൾ തിരിച്ചു കയറുകയാണ്. അപ്പോൾ ആ തലത്തിൽ കേരളത്തിൻ്റെ ഒരു പച്ച എന്ന് പറയുന്നത്, ഗ്രീനറി എന്ന് പറയുന്നത് ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ ചവിട്ടപ്പെടാത്ത, സ്പർശമേൽക്കാത്ത ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മളിങ്ങനെ വെറുതെ വണ്ടി നിർത്തി കയറി അവിടെയൊക്കെ പോയി ഇതേപോലെ ബ്ലോഗ് പോലെ എന്തെങ്കിലും സംഗതികൾ ചെയ്ത് എല്ലാവരെയും അതിലേക്ക് കൊണ്ടുവരിക, ആകർഷിക്കുക. കേരളത്തിൻ്റെ ടൂറിസം, ഞാനിങ്ങനെ വിഷ്ണുവായിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. കേരളത്തിൻ്റെ ടൂറിസം എന്ന് പറയുന്നത് ഇനിയും ഓപ്പണാണ്. ഒരുപാട് ആളുകൾ ആകർഷിക്കുന്ന, വളരെ സ്വസ്ഥമായ ജീവിതമുള്ള, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയും, പക്ഷേ പ്രകൃതിയുടെ സ്വന്തം നാട് കൂടിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് ലാഭങ്ങളൊന്നുമില്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫോറിനേഷനൊക്കെ ഒരുപാട് ആകർഷിക്കാൻ പറ്റുന്ന വലിയൊരു തലമുണ്ട്. അപ്പോൾ വഴികളൊക്കെ നല്ല ക്ലീൻ ആയിരിക്കുക. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് ഇതൊക്കെ നശിപ്പിക്കാതിരിക്കുക. അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തെല്ലാം സംരക്ഷണം ചെയ്യുന്നു അതുപോലെ തന്നെ നാച്ചുറും നമ്മുടെ തറവാടാണ്, അതിനെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ സ്വയം തിരിച്ചറിവുണ്ടാവുക. അതാണ് വലിയൊരു വിശ്വമാനവികത എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് യുദ്ധം ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാ നാച്ചുറിനെയും തകർത്തുകൊണ്ട് യുദ്ധം ഒരു ഭാഗത്ത് ഇങ്ങനെ പ്രകൃതിയുടെ ഒപ്പം മനുഷ്യനെയും കൊന്നു കൊടുക്കുന്നുണ്ട്. നമുക്ക് മാനവികമായിട്ട് നമ്മൾ കവിത്വത്തിൻ്റെ രീതിയിൽ, കവിഭാവനയിൽ പറയാവുന്നത് ഇതിനെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. പ്രൊട്ടക്ട് നേച്ചർ, പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് പ്രൊട്ടക്ട് യുവർ സെൽഫ്. പ്രൊട്ടക്ട് നേച്ചർ, പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് പ്രൊട്ടക്ട് അവർ സെൽഫ്. നമ്മൾ സ്വയം നമ്മളെ തന്നെ സംരക്ഷിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, ജീവിതം സംരക്ഷിക്കുക, നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്കുക. നമ്മൾ തിരിച്ചു കയറുകയാണ്. മടാശാന്റെ ഇവിടെ വന്നു തോന്നുന്നു. സ്നേഹം മതി മുളങ്കാടിൻ്റെ പാട്ടും കുളിരും മതി, എനിക്കൊരു നീലാവിൻ്റെ സ്നേഹം മതി, മുളങ്കാടിൻ്റെ പാട്ടും കുളിരും മതി. ഒരു മഞ്ചിരാതിൻ്റെ ആത്മദുഃഖങ്ങളും ഹൃദയശങ്കിന്നേർത്ത സ്വരവും മതി,
ഹൃദയ ശംഖിന്നേർത്ത സ്വരവും മതി എനിക്കൊരു നീലാവിൻ്റെ സ്നേഹം മതി അപ്പോൾ പണംകുഴി സന്ദർശനം ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. അവരങ്ങോട്ട് ഇറങ്ങിപ്പോയി. പണംകുഴി തൽക്കാലം ഇവിടെ സന്ദർശനം അവസാനിപ്പിച്ച് താഴോട്ട് ഇറങ്ങുന്നു. ഓക്കെ. ഹലോ, ഞാൻ ചാക്കോടി അന്തിക്കാട്. പാണക്കുഴി എക്കോ പാണംകുഴി എക്കോ ടൂറിസത്തിലാണ്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ കോടനാട് ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഏരിയ നിൽക്കുന്നത്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള പച്ച നിറഞ്ഞ സ്ഥലങ്ങളാണ്. നഷ്ടപ്പെടാത്ത ജൈവം എന്ന് പറയുന്ന തലത്തിൽ നിൽക്കുന്നതാണ്. തൊട്ടടുത്ത് ഒരു 9 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയ കോരിയുണ്ട് അല്ലേ. പിന്നെ മറ്റേ അഭയാരണ്യം ആന വളർത്തൽ കേന്ദ്രമുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യണതാണ്. ടീച്ചറും മോനും അപ്പുറത്തുണ്ട്. വിഷ്ണു ആണ് എൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു, ചില ഫെസ്റ്റിവൽ ഡേറ്റിലൊക്കെ പ്രത്യേക അനൗൺസ്മെൻറ്റിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് വായിക്കുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ വോക്കൽ പാടുന്ന ആളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കൂടി നമ്മൾ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. അപ്പോൾ ആ ദിവസം അത് വൈഡായിട്ട് പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂർ പരിപാടി എന്നുള്ള രീതിയിൽ കൂടെ 6 മണി വരെ പറ്റുള്ളൂ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് 5 മുതൽ 5 വരെയാണ്. 8 മുതൽ രാവിലെ 8 മുതൽ 5 വരെ. പിന്നെ ഈ ആനകളൊക്കെ ഉള്ള ഏരിയാസ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു സെക്യൂരിറ്റി നോക്കണമല്ലോ. എങ്കിലും ഒരു 4 തൊട്ട് 5 വരെയൊക്കെ 1 അവർ ഒരു ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കിൻ്റെ ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളൊരു സാധ്യതകളുണ്ട്. ഇവിടെ ക്യാൻറ്റീൻ വരുന്നുണ്ട്, കൊട്ടവഞ്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുക. കേരളത്തിൽ കാണാത്ത 100 സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ് അല്ലേ. അങ്ങനെയല്ലേ. ഞാനിങ്ങനെ ബീച്ചിൽ പോകുമ്പോൾ ആലോചിക്കും 2-3 കുന്ന് ചുമ്മാ അങ്ങ് കയറിയിട്ട് ചവിട്ടി കയറി നമ്മളത് പരിചയപ്പെടുത്തിയാൽ പിന്നെ ആയത്. പിന്നെ എല്ലാവരും ആ വഴി തേടി വരുന്ന രീതിയുണ്ട്. കേരളത്തിൻ്റെ ഏറ്റവും റിച്ച് ആയിട്ടുള്ളൊരു കൾച്ചർ എന്നുള്ള രീതിയിൽ വരുമാന സാധ്യതകളും മികച്ച റോഡുകളും പരിസരങ്ങളും ഉണ്ടെങ്കിൽ ഇനിയും ഒരു 100 സ്ഥലങ്ങൾ ടൂറിസത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒരു വിഭവസമൃദ്ധമായൊരു ഭൂമിയാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് മാത്രമല്ല പ്രകൃതിയുടെ സ്വന്തം നാടും കൂടിയാണ് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ഫോറിനേഴ്സ് വരുന്ന രീതിയുണ്ട്. വലിയ അലമ്പില്ല, കലാപങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. സ്വസ്ഥമായിട്ടൊരു ജീവിതമുണ്ട്. നമ്മളിപ്പോൾ ഈ പ്രളയത്തിൻ്റെ ദുരന്തം വന്നെങ്കിലും കംപ്ലീറ്റ് കയറി നല്ല റോഡുകളൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ തലത്തിലും എക്കോ ടൂറിസം അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. എല്ലാവരും അത് പാലിക്കണം. പ്ലാസ്റ്റിക് എറിയാതെയും ഒക്കെ നമ്മൾ നമ്മുടെ അന്തരീക്ഷത്തെ സ്വന്തം വീട് പോലെ കാണുക. നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് ക്ലീനിങ് ആയിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ വേണം നമ്മുടെ ഈ നാച്ചുറൽ പ്രകൃതിയിൽ വരുമ്പോഴും അത് നമ്മുടെ ഒരു തറവാടാണ്. അത് നമ്മൾ സംരക്ഷിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ ആ ഒരു കൾച്ചറും കൂടി പഠിക്കണം. മാനവികതയുടെ ഒരു കൾച്ചറാണ്. പ്രൊട്ടക്ട് നേച്ചർ, പ്രൊട്ടക്ട് യുവർസെൽഫ്, പ്രൊട്ടക്ട് ലൈഫ്. താങ്ക് യു. അപ്പോൾ പാണംകുഴി സന്ദർശനം കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഞങ്ങൾ പോരുന്ന സ്ഥലത്ത് ഓക്കെ കോടനാട് പാണംകുഴി കോട്ടൂർ സ്ഥലം